ആലുവ കാലടിയിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. ആക്രമണത്തിന് കാരണം 1 മാസം മുമ്പുണ്ടായ തർക്കം എന്നാണ് പോലീസ് പറയുന്നത്. റിപ്പോർട്ട് കാണാം. കൊണ്ടോട്ടി ജംഗ്ഷനിലേക്ക് കാറിലെത്തിയ അക്രമി സംഘം റോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സിദ്ദിഖിനെയും മകനെയും ആദ്യം വെട്ടി. ഇത് ചോദിക്കാനെത്തിയ മുൻ പഞ്ചായത്ത് അംഗം സുലൈമാനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തി. ഇവർക്കൊപ്പമുണ്ടായിരുന്ന റസാഖിനും ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ഷെഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5-6 പേര് മാരകായുധങ്ങളുമായി അവിടെ ഒരു കാറിന് വന്നിട്ട് മാരകായുധങ്ങളുമായിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു. ഞങ്ങളെ ആക്രമിച്ച് എനിക്ക് 3 കുത്ത് പുറത്ത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഒരാളുടെ തലക്ക് ശക്തമായിട്ട് അടിച്ച് അയാൾക്ക് ഒരു 7 സ്റ്റിച്ച് ഉണ്ട്. സംഭവത്തിൽ കാക്കനാട് സ്വദേശി സ്വരാജ്, അരൂർ സ്വദേശി സനീർ, മലപ്പുറം സ്വദേശി ഫൈസൽ ബാബു എന്നിവരെ പോലീസ് പിടികൂടി. ഫൈസൽ ബാബുവും അർഷാദും തമ്മിൽ 1 മാസം മുൻപ് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. ഈ വൈരാഗ്യമാണ് ഇന്നലത്തെ ആക്രമണത്തിന് പിന്നിലെന്ന് റൂറൽ SP വൈഭവ് സക്സേന. അത് വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണ്. അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. അവരുടെ വെർഷൻ പ്രകാരം വേറെ കേസൊന്നുമില്ല. ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസിൽ വിക്ടിം ആയിരുന്നു. ആ കേസിന്റെ വൈരാഗ്യന്റെ ഭാഗമായി ഈ ഇന്നലത്തെയുള്ള ഇത് കൊട്ട് ചെയ്തു. കൂടുതൽ പേർ അക്രമി സംഘത്തിൽ ഉണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇവർക്കായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇതര ജില്ലകളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ സുലൈമാൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 കൊച്ചി.